ഹായ് അൻസിബ. ഹൻസിബയും ഞാനും തമ്മിൽ ആദ്യമായിട്ട് കാണുന്നത് ഒരു ഷോയിൽ വെച്ചാണ് നമ്മൾ കാണുന്നത്. സ്റ്റാർ ചാലഞ്ച് എന്ന് പറയും. ഹൻസിബക്ക് അറിയായിരിക്കും, നമ്മൾ പട്ടായയിലാണ് പോയത് സ്റ്റാർ ചാലഞ്ചിന് വേണ്ടി. സോ ഹൻസിബ എൻ്റെ ടീമിലായിരുന്നു. ഹൻസിബ ഓറഞ്ച് വാരിയേഴ്സിലെ ടീമിലായിരുന്നു. ഈ ടൂറിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഉണ്ടായി. നമ്മൾ റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അബാദ് ഹോട്ടലിൽ. അന്ന് ഹൻസിബക്ക് ഒരു ഫോൺ കോൾ വന്നു, ഒരു ഇറിറ്റേറ്റിംഗ് ഫോൺ കോൾ വന്നു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാനാണ് ആ ഫോൺ തിരിച്ച് അറ്റൻഡ് ചെയ്തത്. അപ്പോൾ ഹൻസിബയ്ക്ക് അത് ഓർമ്മയുണ്ടോ എന്താണെന്നത്? ആ ഫോൺ കോൾ എന്തിനായിരുന്നു ഞാൻ ആ ഫോൺ കോൾ ഹൻസിബയുടെ ഫോൺ വാങ്ങി അറ്റൻഡ് ചെയ്തത്? എന്നിട്ട് അവിടെ എന്തായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത്? അബാദ് പ്ലാസ് റിഹേഴ്സൽ ഹാളിൽ ഞാൻ എന്തോ ഞാൻ സംസാരിച്ചു. അപ്പോൾ അതെന്താണ് ഹൻസിബയ്ക്ക് അത് ഓർമ്മയുണ്ടോ എപ്പോഴും? ഈ മസിലുള്ള റിയാസ് ഖാൻ ഇടപെടാനുള്ള എന്ത് കോളായിരുന്നു വന്നത്? റിയാസ് ഖാൻ്റെ സഹായം എടുക്കണമെങ്കിൽ പറയൂ ഹൻസിബ. അത് ഞങ്ങൾ റിഹേഴ്സൽ ചെയ്യായിരുന്നു അബാദിൽ വെച്ചിട്ട്. അപ്പോൾ ഒരു അനോണിമസ് കോൾ വന്നു. കുറേ നേരം ഇങ്ങനെ റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അറിയാത്ത നമ്പർ ആയതുകൊണ്ട് ഞാൻ എടുത്തില്ല. കുറേ ഇങ്ങനെ ഡിസ്റ്റർബൻസ് വന്നുകൊണ്ട് ഞങ്ങൾ പാട്ടൊക്കെ പാടി റിഹേഴ്സൽ ചെയ്യായിരുന്നു. അപ്പോൾ കുറേ വന്നപ്പോൾ ഞാൻ ഫോൺ എടുത്തിട്ട് ഹലോ അൻസിബ ചേച്ചിയല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു അതെ അൻസിബ ചേച്ചിയാണ്. പിന്നെ സംസാരം മാറി, അങ്ങനെയാണ് ഇങ്ങനെയാണ് പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കണം ഇതൊക്കെ. അപ്പോൾ ഞാൻ അന്തം വിട്ട് കിളി പോയ പോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ റിയാസ് കഴിച്ചു, എന്ത് പറ്റി മോളെ? അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഫോണ്. അപ്പോൾ ബാബുരാജേട്ടനും ഉണ്ട് അപ്പുറത്ത്. എന്ത് പറ്റി അൻസു? അപ്പോൾ ഞാൻ പറഞ്ഞു ബാബു കേട്ടാ ഒരു കോള്. നമുക്ക് പിന്നെ ഇവർ രണ്ടുപേരും വേണം. ആഹാ കോളോ എന്നാൽ നോക്കട്ടെ. ഇപ്പോൾ റിയാസ്ക്ക് ഓടി വന്നിട്ട് ഭയങ്കര ഇതായിട്ട് ഫോൺ വാങ്ങിയിട്ട് നല്ല എന്താ പറയുക, നല്ല പക്ക ഫോട്ടോ വെച്ച് മട്ടാഞ്ചേരി ഭാഷയിൽ സംസാരിച്ചു. തിരിച്ചു കൊടുത്തു. ഹലോ ആരടാ എന്ന് വെച്ചിട്ട് സംസാരിച്ചു. അപ്പോൾ തിരിച്ച് അവിടുന്ന് അവർക്ക് ഇങ്ങനെ റെസ്പോൺസ് കിട്ടുമെന്ന് അവർ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ അവർ തിരിച്ച് വീണ്ടും സംസാരം. പക്ഷെ റിയാസ് ഖാന്റെയും ബാബുരാജേട്ടന്റെ മുന്നിൽ അവർ ശിരസ് നമിച്ച് അവർ തിരിച്ചോടിപ്പോയി. ഒരുപാട് വെക്കാബുലറി ഇവരുടെ കയ്യിലുണ്ട്. അല്ല, അപ്പൊ അത് കഴിഞ്ഞപ്പോ ശ്വേത ചേച്ചി ഇത് കാണുന്നുണ്ട്. ശ്വേത ചേച്ചി എന്താ അവിടെ സംഭവം? ശ്വേത ചേച്ചി അപ്പോഴാണ് എത്തുന്നത്. നേരത്തെ പറഞ്ഞു പോയി. അപ്പൊ ചേച്ചി അവിടെ എത്തിയപ്പോ ചോദിച്ചു എന്താ പറ്റിയത്? അപ്പൊ പറഞ്ഞു അൻസിക്ക് ഒരു കോള്, ആരാന്നറിയില്ല, പിന്നെ വിളിച്ച് ഭയങ്കര ഡിസ്റ്റർബൻസ് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അപ്പൊ ശ്വേത ചേച്ചി എന്നിട്ട് നിങ്ങൾ വഴക്ക് പറഞ്ഞോ? അപ്പൊ പറഞ്ഞു ഞങ്ങൾ നല്ലോണം വഴക്ക് പറഞ്ഞു. അയ്യോ എനിക്ക് വഴക്ക് പറയണോ? ശ്വേതയ്ക്ക് കിട്ടിയിരുന്ന ശ്വേത ഒരുപാട് ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞു. ഇംഗ്ലീഷ് കേട്ട് പേടിച്ചോടിയാണ്. അതാണ്. എന്തായാലും ഇങ്ങനെയുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ അൻസിബയ്ക്ക് ഉണ്ട്.